ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രഭേനെയാണ്. അപ്പോൾ പ്രഭ കയറി വരുമ്പോൾ കാഞ്ചന ഭയങ്കര ആലോചനയിലും ആകെ സങ്കടപ്പെട്ടിരിക്കുക. എന്താ നിനക്ക് എന്താടി പറ്റിയത്? എന്താ നിനക്ക് വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീനു വല്ലതും പറഞ്ഞോ നിന്നെ എന്ന് ചോദിച്ചോ. അവൾ എന്നെ പറയാനോ? എങ്കിൽ പിന്നെ അവളുടെ കവള ഞാൻ ചുമപ്പിക്കും, അവൾക്ക് കൊടുക്കും ഞാൻ. പിന്നെന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ മീനുവിന് ചെറിയൊരു ഡോസ് കൊടുത്തിരുന്നോ, അത് കണ്ടുപിടിച്ച അർജുൻ എന്തൊക്കെ എന്നെ പറഞ്ഞതെന്ന് നിനക്ക് അറിയുമോ? എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അതാണോ വലിയ കാര്യം? അവനിപ്പം അവൾ മതി, നമ്മളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അതെ, എന്നെയൊക്കെ ശത്രുവായിട്ടാണ് കാണുന്നത്. അവൻ എന്നാ മനസ്സിലാക്കുന്നത്? അവൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാ എൻ്റെ സങ്കടം. എന്താ താലി പോയി, ഇനി അവനും പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് പ്രഭ. ഞാനിനി എന്താ വേണ്ടേ കാഞ്ചനെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? അവൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാമ്മ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനുമാണ് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര പുകച്ചിൽ നീറ്റിലും ഒക്കെ ആട്ടോ. അമ്മേ ദേ അവൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, എന്താണാവോ ഇനി കരച്ചിലിൻ്റെ കാര്യം? പിന്നെ നല്ല പുകച്ചിലും മുറിവ് നന്നായിട്ട് നീറുന്നുണ്ടാവും. കുറച്ചുകൂടെ നീറ്റിൽ നമുക്ക് മനസ്സിലിട്ട് കൊടുക്കാം, അതാ നല്ലത് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അമ്മ ആ താലി മാറ്റർ അങ്ങോട്ട് എടുത്തിട്ടോ, ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു കാഞ്ചന. അപ്പോൾ ഇവർ രണ്ടുപേരുടെ എന്താണേലും മീനുണ്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചു. നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം നേരെ വന്നു. മീനു എന്താണ്ട് അവിടുന്ന് വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുക്കുമ്പോൾ ഇവരിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മേ എന്താ മോളെ? അപ്പോൾ ഭയങ്കര അഭിനയമാണ്. കഴുത്തി താലിയില്ലാത്തവരെ നാട്ടുകാരെ എന്താ വിളിക്കുക അമ്മേ എന്ന് ചോദിച്ചോ. അത് പിന്നെ പല പേരിലിപ്പോൾ വിളിക്കും, ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് വിളിക്കുക, അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മീനുവിൻ്റെ റിയാക്ഷൻ എന്താണ് എന്നറിയാനായിട്ട് കേട്ടോ. അപ്പം മീനു ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരിക. അതെന്തൊക്കെയാണെന്ന് അമ്മയൊന്ന് പറഞ്ഞേ എന്ന് കാഞ്ചന പറഞ്ഞു. അപ്പോൾ താലി കെട്ട് നടക്കാത്ത ചെറുപ്പക്കാരികളെ കുമാരിമാരെന്ന് വിളിക്കും. പിന്നെ ഇനി താലി കെട്ടിയിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം പുരുഷൻ ഉപേക്ഷിച്ച് താലി അഴിച്ചു വെച്ചവരെ ആണെങ്കിൽ ഡിവോഴ്സുകളെന്ന് വിളിക്കും. കെട്ടിയ പുരുഷൻ മരിച്ചു പോയിട്ട് താഴി അഴിച്ചു വയ്ക്കേണ്ടി വരുന്നവളെ വിധവകളെന്നും വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും മുത്തച്ഛൻ്റെ എല്ലാം കേട്ട് അപ്പുറത്ത് നിൽക്കണം കേട്ടോ. ഇത്ര അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ കാഞ്ചന അങ്ങോട്ട് എഴുന്നേറ്റിട്ട് അമ്മ പറഞ്ഞത് പല തരത്തിലുള്ള സ്ത്രീകളെ പറ്റി ഇപ്പം അമ്മ പറഞ്ഞു. അപ്പം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അമ്മേ, താലി കഴുത്തിലേട്ട 3 വിഭാഗത്തെ പറ്റിയാണ് അമ്മ ഇപ്പം പറഞ്ഞത്. അതിലൊന്നും പെടാതെ താലി കഴുത്തിലില്ലാതെ ഇവിടെ ഒരുത്തി നിൽപ്പുണ്ടല്ലോ, ഇവളെ എന്താ അമ്മയെ വിളിക്കേണ്ടത് എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞു, പക്ഷേ പുരുഷനാണെങ്കിൽ കൂടെ ഉണ്ട്, എന്നിട്ടും താലി കഴുത്തിലില്ല. അപ്പോൾ ഇവളെ ഏത് ലിസ്റ്റിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. 3 വിഭാഗത്തിൽപ്പെട്ടതിൻ്റെ പേരുണ്ട്, ഇവക്കൊരു പേര് കൊടുക്കണ്ടേ അമ്മേ എന്ന് ചോദിച്ചു. കൊടുക്കാം മോളെ, ഭാഗ്യദോഷി എന്ന് വിളിച്ചാൽ മതി. താലി ഭാഗ്യമില്ലാത്തവൾ അങ്ങനെ കരുതാം, ഭാഗ്യദോഷി. അത് കൊള്ളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ടമ്മേ, വേറൊരു പേരുടെ കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ രാശിയില്ലാത്തവൾ എന്നും വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയും വിളിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെയും കുത്തുവാക്ക് കണ്ട മീനു ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മക്കളെ ഇല്ലാതാക്കാനായിട്ട് ജന്മം എടുത്തവളല്ലേ ഇവള്, പിന്നെ എങ്ങനെ ശരിയാവാനാ എന്ന് ചോദിച്ചു. അർജുനും പോകും, അതിൻ്റെ സൂചനയാ എൻ്റെ ഒഴിഞ്ഞ കഴുത്ത് എന്ന് പറഞ്ഞ പ്രഭ വീണ്ടും ചെന്ന് അവളുടെ അടുത്തേക്ക്. അപ്പം നിർത്ത എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചോ. നിർത്തുന്നതാ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ രണ്ടിനെയും കൂടി ചവിട്ടി ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പം മീനുവിനോട് പറഞ്ഞു, മോള് റൂമിലേക്ക് ചെല്ലോ, മോള് ചെല്ല്, ഇതൊന്നും കേട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ, ഇവർക്കുള്ള മറുപടി ഞാൻ തന്നെ അങ്ങ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം മീനു ജഗിനകത്ത് വെള്ളം എടുത്ത് കരഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ പ്രഭയും കാഞ്ചന അവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് 2 പേർക്കും എന്തിൻ്റെ കേടാ എന്ന് ചോദിച്ചു. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ? നിങ്ങൾ എന്ത് ഭാവിച്ചുകൊണ്ടായി നിൽക്കുന്നത്? ആ പാവത്തിനെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേ? ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്, പറഞ്ഞേക്കാം. ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചത് കുടുംബത്തിൻ്റെ സമാധാനം കളയണ്ട എന്ന് കരുതി മാത്രം. ഇനി ഇത് ആവർത്തിച്ചാൽ പറഞ്ഞുണ്ടല്ലോ, ആ പാവത്തിന് ഉപദ്രവിച്ചാൽ നിങ്ങൾ 2 പേരും ഈ വീട്ടിൽ കാണില്ല എന്ന് പറഞ്ഞു.
അച്ഛൻ ഞങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാനേ എനിക്ക് കഴിയൂ എന്ന് പറഞ്ഞു പ്രഭ. കാരണം എൻ്റെ മൂത്ത മകൻ മരിച്ചത് ഇവൾ കാരണമാണ്. എൻ്റെ അർജുനെയും എന്നിൽ നിന്ന് പോകും. അതെ, അവളുടെ കഴുത്തിലെ താലി നഷ്ടപ്പെട്ടത് ഇതിൻ്റെ സൂചന തന്നെയാ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭ കാഞ്ചനയും കൂട്ടിക്കൊണ്ട് ഇവരകത്തേക്ക് പോയി. അപ്പം മുത്തശ്ശനാകെ സങ്കടമായി പാവത്തിനെ ഓർത്ത. അപ്പം മീനു ആകെ കരഞ്ഞ് വിളിച്ചകത്തിരിക്കുക. അപ്പോഴാണ് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അർജുൻ വന്നപ്പോഴത്തേനും കണ്ണൊക്കെ തൂത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ താൻ ഇവിടെ ഇങ്ങനെ തരിച്ച് നിൽക്കുന്നത്? മുത്തശ്ശൻ്റെയോ ജാനുട്ടിയുടെയോ അടുത്ത് പോയിരുന്നാൽ പോരായിരുന്നോ? കുറച്ച് നേരം തനിയെ ഇരിക്കണമെന്ന് തോന്നി. എന്ത് പറ്റിയത്? എനിക്ക് മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? സുഖമില്ലേ? എന്താ ഡോക്ടറെ അടുത്ത് പോകണോ എന്ന് ചോദിച്ചു. അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, അതാ ചോദിച്ചതാ. ആരെങ്കിലും തന്നെ വഴക്ക് പറഞ്ഞോ? അമ്മയോ ചേച്ചിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ശരിയാ അർജുൻ, അവർ പറയുന്നത് ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ശരി? അവരെന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് പിന്നെ അവർ പറയുന്നത് പോലെ എനിക്ക് താലിഭാഗ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി അർജുൻ, ശരിയാ. അവർ പറഞ്ഞതുപോലെ അവരെ ഒരു വിധവയെ പോലെ ഞാൻ. വിധവയോ? താൻ എന്താടോ ഈ പറയുന്നത്? താലി കെട്ടിയവൻ ഇതേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കും, അതിൻ്റെ സൂചനയായതെന്നാണ് അവർ പറയണത്. അവർ പറഞ്ഞോട്ടെ, താനൊന്ന് നിർത്തുന്നുണ്ടോ? എന്താ മീനു ഇത്? എനിക്ക് താലി കഴുത്തിലണിയാനായിട്ട് ഭാഗ്യമില്ല എന്ന് പറഞ്ഞു. എന്താ മീനു ഇത്? അമ്മയും ചേച്ചിയും നിനക്കറിയാവുന്നതല്ലേ. അവർ പറയുന്നത് ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുമോ? അതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലോട്ട് കളയുക. അയാളുടെ അത് ഓർത്തോണ്ടിരിക്കാൻ നിനക്ക് എന്താ പറ്റിയത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാ മീനു എന്ന് ചോദിച്ചു. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ എന്ന് ഒരിക്കലും കരുതരുത്. നല്ലതും പറയും, മോശവും പറയും. മോശമായിരിക്കും കൂടുതൽ പറയുക. അതുകൊണ്ട് ഏതെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നല്ലതെടുത്താൽ നമുക്ക് സമാധാനം ഉണ്ടാവും. മോശം കേട്ടിട്ട് നമുക്ക് കരയാനേ സമയം ഉണ്ടാവുള്ളൂ. അതങ്ങ് വിട്ടേരെ, അവരുടെ വാടയ്ക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ. ഞാൻ, മുത്തശ്ശൻ, അച്ഛൻ, ഗൗതം, പ്രതാപേട്ടൻ, ഗിനേഷ്, മണി, ജാനു, എങ്ങനെ എല്ലാവരും നല്ലത് മാത്രമേ പറയുള്ളൂ. രണ്ട് പേരാണ് നിന്നെക്കുറിച്ച് മോശം അഭിപ്രായം പറയണത്. അത് കുത്തുവാക്കുകൾ പറയൂ. നീ 8 പേരും നല്ലത് പറയണമെന്ന് നീ കേട്ടാൽ മതി. 2 പേരും മോശം പറയണമെന്ന് കേട്ടിട്ട് നീ എന്തിനാ വിഷമിക്കണത് എന്ന് ചോദിച്ചു. ഇനി മുതൽ അവർ 2 പേരും പറയണത് നീ ചെവി കൊടുക്കുകയോ മിണ്ടുവോ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. നീ അതങ്ങ് മറന്നു കളഞ്ഞേരെ എന്ന് പറഞ്ഞു. താലിഭാഗ്യം ഇല്ലാത്തവളാ നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവൂടോ എന്ന് പറഞ്ഞു അർജുൻ. എന്താടോ താൻ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ മീനുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ അങ്ങ് കയറി വരിക അർജുൻ എന്ന് വിളിച്ചിട്ട്. എന്താ മുത്തശ്ശ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവർ നിൽക്കുന്നത്. കഴുത്തിൽ താലി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവളെ ഒരു പുതിയ പേര് ചൊല്ലി ഇനിയിപ്പോൾ തൽക്കാലം വിളിക്കണ്ട. നഷ്ടപ്പെട്ട സ്വർണ്ണത്താലി കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ത് വേണേൽ ചെയ്യട്ടെ. ഇപ്പം ഇവളുടെ കഴുത്തിലുള്ള ഒരു താലി വേണം. അപ്പോൾ നമ്മുടെ കാഞ്ചന എത്തി നോക്കുകയാണ്, ഒളിഞ്ഞു നോക്കുകയാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇവളുടെ കഴുത്തിൽ നീ ഒരു മഞ്ഞച്ചരട് കെട്ടി കൊടുത്തിരുന്നല്ലോ, അത് മുറിവ് വേദനിക്കും എന്ന് പറഞ്ഞല്ലേ അത് ഊരി വെച്ചത്? അതെ മീനു, നീ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം നീ അത് കഴുത്തിലിട എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിന്നു. മുറിവിൻ്റെ വേദന നിനക്ക് സഹിക്കാൻ കഴിയും മോളെ, നീ തൽക്കാലം എടുത്തിട്. അതിനേക്കാൾ വേദനയുണ്ടാവും ഇവിടെയുള്ളവർ നിന്നോട് പറയുന്ന വാക്കുകൾ. അതിനേക്കാൾ വേദനയുണ്ടെന്ന് ഈ മുത്തശ്ശനെ നന്നായി അറിയാം മോളെ. അതുകൊണ്ടാണ് മുത്തശ്ശൻ പറയണത്. നീ അവരുടെ നമുക്ക് തൽക്കാലമെങ്കിലും അടപ്പിച്ചേ പറ്റുള്ളൂ. മോളൊരു കാര്യം ചെയ്യുക, താലി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി നിന്നെ കുറ്റപ്പെടുത്തരുത് മോളെ, നീ അതെടുത്ത് കഴുത്തിലിട എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവസാനം മീനു ചെന്ന് ആ ഡ്രോയ്ക്കകത്തുനിന്ന് ആ താലി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് നമ്മുടെ അർജുൻ്റെ കയ്യിൽ. അപ്പോൾ അർജുൻ നേരെ നമ്മുടെ മീനുവിൻ്റെ കഴുത്തിലേക്ക് ആ താലി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി മീനുവിന്. അപ്പോൾ ഇത്ര നേരം എല്ലാവരും കുറ്റം പറഞ്ഞുവെങ്കിലും വേഗം തന്നെ ആൾ ഹാപ്പി ആയി കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ കാഞ്ചന ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്താണെന്നറിയോ അമ്മേ, ഈ വീട്ടിൽ ഇന്നൊരു കല്യാണം നടന്നിരുന്നു. അമ്മയെ ക്ഷണിച്ചില്ലാന്ന് തോന്നുന്നു. കല്യാണമോ? നീ എന്താ കാഞ്ചനയെ പറയണത്? അതെ, മീനുവിൻ്റെയും അർജുൻ്റെയും കല്യാണം വീണ്ടും നടന്നു. നീ എന്താ പറയണത്? അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞു. താലി കെട്ടാനോ? അവൻ്റെ കയ്യിൽ താലി വാങ്ങിക്കാൻ എവിടുന്നാ കാശ്? നഷ്ടപ്പെട്ട താലി തിരികെ കിട്ടിയോ? അതൊന്നും അല്ല, ഈ താലി വാങ്ങിക്കാൻ വലിയ കാശൊന്നും വേണ്ടമ്മേ. അതെ, മഞ്ഞച്ചരട അവളുടെ കഴുത്തി കെട്ടിയിരിക്കുന്നത്. അയ്യോ എന്ന് പറഞ്ഞു ഉടനെ പ്രഭ നമ്മുടെ അടപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ.
താലി കളഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അവളെ കുറ്റപ്പെടുത്തിയിരുന്നല്ലോ, അതിനുവേണ്ടി തന്നെയാ. ഇതൊക്കെ കുട്ടിക്കളിയാണോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നമ്മുടെ വാ അടപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നതാ. വാ അടപ്പിക്കാൻ വേണ്ടി ചെയ്തത്. പുറത്തോട്ട് ഇറങ്ങി നടക്കണ്ടേ? കഴുത്തിൽ മഞ്ഞച്ചടി കണ്ടാൽ നാട്ടുകാരെന്ത് പറയും? അവളുടെ വീട്ടുകാരെന്ത് പറയും? അതുമാത്രമല്ല, കുടുംബക്കാർക്ക് തന്നെ അപമാനമല്ലേ അത്? ഒരു തരി പൊന്നു വാങ്ങി അവളുടെ കഴുത്തിൽ കെട്ടാൻ ഗതിയില്ലാത്തവരാണ് നമ്മളെന്ന് അവരെല്ലാവരും പറയില്ലേ? എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യേ, ഒരു സ്വർണ്ണത്താലി വാങ്ങി അവൻ്റെ കൈക്ക് എടുക്കുക, എന്നിട്ട് അവനോട് കഴുത്തി കെട്ടിക്കൊടുക്കാൻ പറ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നമ്മേ, ഒന്ന് പറയുന്നത് മനസ്സിലാക്കുക. അവളുടെ കഴുത്തിൽ താലിയില്ലാതെ പുറത്തിറങ്ങിയാലും ഇത് തന്നെ പറയില്ലേ? ഇപ്പം അതൊന്നും അല്ല പ്രശ്നം, നാട്ടുകാരെ ഒന്നും അല്ല പ്രശ്നം. സ്വർണ്ണം ആയിക്കോട്ടെ മഞ്ഞച്ചരട് ആയിക്കോട്ടെ, അവളുടെ കഴുത്തിൽ അതുണ്ടാവാൻ പാടില്ല. ഇപ്പം കെട്ടി ഈ മഞ്ഞച്ചരട് അവനെ കൊണ്ട് തന്നെ അഴിപ്പിച്ച് കളയണം. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അമ്മയൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. താലി കഴുത്തിലില്ലെങ്കിലേ ജാതക പ്രശ്നം പറഞ്ഞ് അവളെ നമുക്ക് കുത്തി നോവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പരിഹാസവും കുറ്റപ്പെടുത്തലും സഹിക്കാൻ വയ്യാതെ മനം മടുത്ത് അവളുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അവൻ താലി അഴിച്ചു വയ്ക്കുമോ? ഇല്ല, അഴിപ്പിക്കണം. അവിടെയാ അമ്മയുടെ മിടുക്ക്, ആദ്യം അമ്മ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പം നല്ല ഉപദേശം കൊടുത്ത് കാജൽ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ് പ്രഭയുടെ. അപ്പോൾ പ്രഭ ഇങ്ങനെ ആലോചിക്കുക, ഇനി എന്ത് വഴിയാണ് ഇനി അവളെ ഓടിക്കാനുള്ളത് എന്ന്. അപ്പോൾ രണ്ട് നമ്മുടെ ജാനൂട്ടിയും അതുപോലെ തന്നെ മീനും മുത്തശ്ശനും അർജുനും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ജാനൂട്ടി ഇതേ പിടിച്ചിട്ട്, അതെ സ്വർണത്തിൻ്റെ താലിയേക്കാളുണ്ടല്ലോ ഇതിനാട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞു. അതെ അതെ എന്ന് മുത്തശ്ശനും. അപ്പോഴാണ് നമ്മുടെ പ്രഭയും അതുപോലെ തന്നെ കാഞ്ചനയും അതിലെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട്, കഴുത്തി താലിയുണ്ട്, കൂടെ ഭർത്താവും ഉണ്ട്, അങ്ങനെയുള്ളവരെ ഒരു പെണ്ണിനെ എന്താണാവോ വിളിക്കുക എന്ന് ചോദിച്ചു. എന്താ താലി നോക്കി പെണ്ണുങ്ങൾക്ക് പേരിടുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ഇനി ഇതും പറ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഇതിനെയൊക്കെ ആരെങ്കിലും താലിന്ന് വിളിക്കുമോ? ഇങ്ങനെ ഒരു ചരട് കഴുത്തി കെട്ടിയതുകൊണ്ട് ജാതകദോഷമൊന്നും മാറാൻ പോകുന്നില്ല. ഇത് വെറും ചരട, താലിയൊന്നുമല്ല, അഴിച്ചു വെക്കടി അത് എന്ന് പറഞ്ഞു പ്രഭ. അപ്പം മിണ്ടാതിരിക്കുകയാണ്. പ്രഭാവതി, എന്താ നിൻ്റെയൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ജാനോട് ഇരുന്നിട്ട്, മുത്തശ്ശൻ ചെവിക്ക് പിടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ചെവിക്ക് പിടിക്കാൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കാഞ്ചന. മോളെ ജാനു, മോള് പോയി കളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ജാനൂട്ടി എഴുന്നേറ്റ് പോയി. അപ്പോൾ മീനു അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടിയില്ല മീനു. ആദ്യം എന്നിട്ട് മിണ്ടാതെ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. എന്ത് പറയാനാ എന്നറിയില്ലല്ലോ. കെട്ടിയ ഇവക്ക് താലിഭാഗ്യമില്ല, നീ ഈ കഴുത്തിൽ ഈ ചരടിടണ്ട, ഇവൾ അഴിച്ചു മാറ്റിയത് എന്ന് പറഞ്ഞു. അമ്മേ, നിങ്ങൾക്ക് ഒരു മകളുണ്ട്, അത് നിങ്ങൾ മറന്നു പോന്നു ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു അർജുൻ. ആ കാര്യം എന്തേ അത് മനസ്സിൽ വെച്ചിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞാൽ എന്താടാ തെറ്റ്? നീ കെട്ടിയ താലി നഷ്ടപ്പെട്ടു പോയില്ലേ? പോലീസിൽ പരാതി കൊടുത്തിട്ടും അത് തിരിച്ചു കിട്ടിയില്ലല്ലോ. മറ്റുള്ളവരുടെയൊക്കെ ആഭരണങ്ങൾ തിരിച്ചു കിട്ടുമ്പോൾ ഇവളുടെ താലി മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവക്ക് താലിഭാഗ്യം ഇല്ലാത്തത് കൊണ്ടല്ലേ അത് എന്ന് ചോദിച്ചു. അതെ, അതിനൊക്കെ ഒരു രാശി വേണം മോനെ, ഇവക്കതില്ല എന്ന് വീണ്ടും പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ താലി തിരിച്ചു കിട്ടിയാലോ? കിട്ടിയത് തന്നെ. അതെ, അതേ താലി കണ്ടെത്തി ഞാനത് മീനുവിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരിക്കും എന്ന് അർജുൻ വെല്ലുവിളിക്കാണ്. വാശിയാണോ? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചത്. ആഗ്രഹിച്ച അടുത്തേക്കാണ് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കുന്നത്. ആ താലി കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ വച്ച ഇവളുടെ കഴുത്തിൽ തന്നെ ഞാനത് കെട്ടിയിരിക്കും. നിനക്കത് കഴിഞ്ഞില്ലെങ്കിൽ കഴിയുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. 10 ദിവസം നിനക്ക് സമയം തരാം, അതിനിടയിൽ നിനക്ക് താലി കണ്ടുപിടിച്ച് ഇവളുടെ കഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും എന്ന് ഉടനെ മുത്തശ്ശനെ ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം മീനും ആകെ വിഷമത്തിലായി. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കള്ളന്മാരെ കൊണ്ടുപോയിരിക്കുന്നത്. ഇവരെന്തെല്ലാം അർത്ഥത്തിലായി പറയണതെന്ന് മനസ്സിലായില്ല. ഇവൻ അതിന് കഴിയും എന്ന് മുത്തശ്ശൻ പറഞ്ഞു. കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പറയണത് എന്താണെങ്കിലും ഞാൻ ചെയ്യും. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് അർജുൻ മറുപടിയും പറഞ്ഞു. അപ്പം മീനുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിനക്കതിന് കഴിഞ്ഞില്ല എങ്കിൽ 10-ാം നാൾ സന്ധ്യാവിളക്ക് വെക്കും നേരം ഇവളുടെ കഴുത്തിൽ തിടക്കുന്ന ഈ ചരട് എനിക്ക് ഊരി തരണം. അതുമാത്രവും പോരാ, ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. പിന്നെ തിരികെ വരരുത്. സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സമ്മതമാണ് എന്ന് അർജുൻ പറഞ്ഞു. അപ്പോൾ എന്താ സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. ചോലത്തട ദേവിയാണ് സത്യം എന്ന് പറഞ്ഞു. എന്നാൽ കേട്ടോ, നിനക്ക് താലിയിടാനുള്ള ഭാഗ്യമൊന്നുമില്ല. 10 ദിവസമുണ്ട് മുന്നിൽ കേട്ടോ. അത് കഴിഞ്ഞ് നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു പ്രഭ. അത് നമുക്ക് കാണാം എന്ന് മുത്തശ്ശനും. കാണാം എന്ന് പറഞ്ഞ പ്രഭയും കാഞ്ചനയും കൂടെ അങ്ങ് പോയി. മീനു മോളെ, നീ വെറുതെ കണ്ണ് തുടച്ച നീ റൂമിലേക്ക് ചെല്ലും മോളെ.
നിനക്ക് താലിഭാഗ്യം ഉണ്ട് മോളെ, നീ സമാധാനമായിട്ടിരിക്കുക, ആ താലി ഇവൻ കണ്ടെത്തിയിരിക്കും, നീ സമാധാനമായിട്ട് ചെല്ല് എന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശനിങ്ങനെ നിൽക്കണം. അർജുൻ, നീ ധൈര്യമായിട്ട് ഏറ്റെടുക്കടാ, നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞു. മുത്തശ്ശന് ഭയങ്കര സന്തോഷം. അപ്പം മീനു ആണെങ്കിൽ ആകെ സങ്കടത്തിലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ, മീനു നീ എന്തിനാ കരയണത് എന്ന് ചോദിച്ചു. അതെ, നീ സമാധാനമായിട്ടിരിക്കുക, 10 ദിവസത്തിനുള്ളിൽ ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞു. കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദേ പറഞ്ഞ ദിവസത്തിനുള്ളിൽ താലി കണ്ടെത്തിയില്ലെങ്കിൽ അർജുൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു മീനു. അപ്പോൾ ഈ മഞ്ഞച്ചരട് അയച്ച് ഈ അമ്മയെ ഏൽപ്പിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് എന്നെ വീട്ടിൽ പോകാൻ പറയും അല്ലേ എന്ന് ചോദിച്ചു. മീനു നീ എന്ത് ഈ പറയണത് എന്ന് ചോദിച്ചു. സത്യമായിട്ടും അതല്ലേ, പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? താലി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുക തന്നെ ചെയ്യണം. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വാക്ക് പാലിക്കണ്ടേ അർജുൻ? എന്താ മീനു നീ ഇങ്ങനെയൊക്കെ പറയണത്? ദേ ഇങ്ങനൊന്നും പറയാതെ മീനു, നിന്നെ വീട്ടിൽ പറഞ്ഞു വിടാനായിട്ട് കഴിയുമോ? എനിക്ക് കഴിയണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. താലി കണ്ടെത്തി എന്നെ കഴുത്തി കെട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്നെ വീട്ടിൽ പറഞ്ഞു വിടണമല്ലോ, അതല്ലേ വാക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.